بسم الله الرحمن الرحيم فمن الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون. കഴിഞ്ഞ ക്ലാസ്സില് ഒടുവിലത്തെ ആയത്തില് 124 ആയത്തിൽ നാം മനസ്സിലാക്കിയത് അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല സൂക്തവും അവതരിച്ചാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സത്യത്തെ നിഷേധിക്കുന്ന ആൾക്കാര് എങ്ങനെയാ പ്രതികരിച്ചിരുന്നത് എന്നതിനെ കുറിച്ചാണ്. ലൻ നുഅ്മിന ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് ലഭിച്ചതുപോലെയുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒന്നുകിൽ മുൻ പ്രവാചകന്മാർക്ക് വന്ന അതേ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് പ്രവാചകത്വം ലഭിക്കണം, ഇതല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു എങ്ങനെ പ്രതികരിച്ചു? അള്ളാഹു അലമു ഹൈസു യജഅലു റിസാലത എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത്. നിങ്ങൾ അള്ളാഹുവെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നോക്കണം. അള്ളാഹുവിനറിയാം ഈ ദൗത്യം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് എങ്ങനെ കൈമാറണം എന്നതിനെ കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അജണ്ടയെ നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അള്ളാഹുവിനറിയാം എങ്ങനെയാണ് ഈ സത്യത്തെ സമൂഹ മധ്യത്തിൽ എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഇത്തരത്തിലുള്ള ധിക്കാര മനോഭാവമുള്ളവരെ തീർച്ചയായിട്ടും നിന്ദ്യത ബാധിക്കും. അവരുടെ ഈ കുതന്ത്രത്തിന് പകരം അവർക്ക് കഠിനമായ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കുകയാണ്. അള്ളാഹു നൽകിയ വിശുദ്ധ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നതിനാലാണ് അവർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടും എന്ന് ഖുർആൻ പറഞ്ഞത്. ഇനി 125 വരുമ്പോൾ അള്ളാഹു തആല ഇതിന്റെ ഒരു മനോഭാവത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെയാകുന്നത്? അതേ സമയത്ത് പലരും ഈ സത്യത്തെ തുറന്ന മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് 2 തരം ആളുകൾ ഉണ്ടാവുന്നു? അതിനെക്കുറിച്ച് 125 സൂക്തത്തിൽ അള്ളാഹു തആല വിശകലനം ചെയ്യാണ്. നമുക്കത് ശ്രദ്ധിക്കാം. فمن يريد الله أن يهديه يشرح صدره للإسلام. ഫമൻ ആരോ ഒരാള്, യുരീദ് അറാദ യുരീദു ഉദ്ദേശിക്കുന്നു, അള്ളാഹു ആരുടെ കാര്യത്തിലാണോ ഉദ്ദേശിക്കുന്നത് അവൻ എന്നാണ്. ഫമൻ യുരിദില്ലാഹു, അള്ളാഹു എന്ന് പറയുമ്പോ അള്ളാഹു എന്ന ഒടുവിലത്തെ ഹായ്ക്ക് ലമ്മാണല്ലോ. അങ്ങനെ വരുമ്പോ അള്ളാഹു ആണ് അവിടെ കർത്താവ്. ഇനി അള്ളാഹ എന്നാണെങ്കിൽ ആരെങ്കിലും അള്ളാഹുവെ ഉദ്ദേശിച്ചാൽ എന്നാകും. ഫമൻ ആരോ ഒരാള്, യുരിദ് ഉദ്ദേശിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാരോ അവൻ. എന്തിനാ ഉദ്ദേശിക്കുന്നത്? അൻ യഹ്ദിയഹു, അവന് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹദാ യഹ്ദി വഴി കാണിച്ചു എന്നാണല്ലോ.
അൻ എന്തെന്നാൽ യഹ്ദി അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുന്നു, ഹു അവന്, അള്ളാഹു സന്മാർഗ ദർശനം നൽകാൻ തീരുമാനിച്ച ഒരാള്, അയാൾക്ക് എന്താ സംഭവിക്കാന്നറിയോ? യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഷറഹ യശ്റഹു എന്ന് പറഞ്ഞാൽ വിശാലമാക്കി, തുറന്നു കൊടുത്തു എന്നൊക്കെയാണല്ലോ. യശ്റഹ്, അപ്പൊ അള്ളാഹു തആല വിശാലമാക്കും, അള്ളാഹു തുറന്നു കൊടുക്കും. സദ്റഹു അയാളുടെ മാറിടത്തെ, അയാളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കും. ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹു ഓപ്പൺ ചെയ്തു കൊടുക്കും എന്നാ പറയുന്നത്. ഇനി അതിന്റെ മറുവശം പറയാണ്, വമൻ എന്നാൽ ഒരാള്, യുരിദ് അവൻ ഉദ്ദേശിക്കുന്നു, ആര്? അള്ളാഹു ഉദ്ദേശിക്കുന്നു, അയ്യുളില്ലഹു അളല്ല യുളില്ലു ദുർമാർഗത്തിലാക്കി, വഴികേടിലാക്കി. അള്ളാഹു ഒരാളെ വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, യജ്അൽ സദ്റഹു, ജഅല യജ്അലു അവൻ ആക്കും, സദ്റഹു അയാളുടെ നെഞ്ചിനെ, അയാളുടെ മാറിടത്തെ, ലയ്യിഖൻ എന്താക്കി മാറ്റും? ആ നെഞ്ചിനെ ഇടുങ്ങിയതാക്കും, കുടുസാക്കിയിട്ട് മാറ്റും. ഹറജൻ, എന്നിട്ടോ വളരെ ക്ലേശകരമായ, വളരെ പ്രയാസകരമായ അവസ്ഥയിലാക്കും. ഏതുപോലെ? കഅന്നമ ഒന്നുപോലെ, യസ്അദു ഫിസ്സമ, ഇസ്സഅദ തസഅദ യതസഅദു എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് കയറിപ്പോവുക എന്നാണ് അർത്ഥം. വളരെ ബുദ്ധിമുട്ടിയിട്ട് ആളുകൾ കയറിലൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കയറിപ്പോകൂലേ എന്ന പോലെ. കഅന്നമ യസ്അദു ഫിസ്സമ, ഇവിടെ ആകാശത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് കയറിപ്പോകുന്ന ഒരാളെ പോലെ ഇരിക്കും എന്നാ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു സൂക്തം അവസാനിപ്പിക്കുന്നത് നോക്കൂ, കദാലിക് അപ്രകാരം, യജ്അലുല്ലാഹ് അള്ളാഹു ആക്കുന്നു, അർരിജ്സ, റിജ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യം ആക്കുന്നു എന്നാണ്, അഥവാ അധർമ്മത്തെ, അധർമ്മമാകുന്ന മാലിന്യാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലല്ലു അള്ളാഹു ഇത്തരത്തിൽ അധർമ്മത്തെ കൊണ്ടുവന്ന് നിർത്തുന്നു, അല്ലെങ്കിൽ അവരെ അത് വഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പല തലങ്ങളുള്ള ഒരു സൂത്രമാണിത്, അല്ലെ? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ വിഷയമാണ്, അള്ളാഹു തആല ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ മനസ്സ് വിശാലമാകുന്നു. ഇനി അള്ളാഹു ഒരാളെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയത്തെ ഇടുക്കിക്കളയുന്നു. അങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകും വിധത്തിൽ അത്രയും പ്രയാസകരമായ അനുഭവമായിട്ടാണ് അവർക്ക് ഈ സത്യത്തെ സ്വീകരിക്കുക എന്നത് അനുഭവപ്പെടുക. ഇതിൽ ഒന്നാമത് നമ്മുടെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട്, എന്താണ്? അള്ളാഹു ആക്കിയതല്ലേ, അള്ളാഹു അല്ലേ ഒരാൾ സന്മാർഗത്തിലാക്കുന്നത്, അള്ളാഹു അല്ലേ ഒരാൾ വഴികേടിലാക്കുന്നത്, അപ്പൊ അയാൾക്ക് അതിൽ എന്ത് ഉത്തരവാദിത്വമുള്ളത് എന്ന് നമ്മൾ ചോദിക്കും. ഇത് നമ്മൾ പലപ്പോഴും വിശകലനം ചെയ്ത് കഴിഞ്ഞൊരു ആശയമാണ്. പക്ഷെ ഇവിടെയും ഇതേ സംശയം ഉണ്ടാകാം. അള്ളാഹു ഒരാൾക്ക് സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ അവന്റെ മനസ്സിന് വിശാലമാക്കും. അള്ളാഹു ഒരാളെ ദുർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ മനസ്സിന് ഇടുക്കിക്കളയും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് ഒരു ശൈലിയാണ്. നമ്മൾ അൽ-ബഖറയിൽ തുടക്കത്തിൽ പഠിച്ചോർക്കുന്നില്ലേ? ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ അടച്ചു മുദ്ര വെച്ചു. അവരുടെ കാതുകൾക്കുമേലും മുദ്രയുണ്ട്, അവരുടെ കണ്ണുകൾക്ക് അടപ്പിട്ടിരിക്കുന്നു. ഇതിനൊക്കെ പഠിച്ചു. ആരാണ്? സത്യനിഷേധിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു അടപ്പിട്ടതല്ല, ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ യഥാർത്ഥത്തില് അത് അള്ളാഹു പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ തീയുണ്ട് എന്ന് കരുതാം. അപ്പൊ ഒരാള് തീയിലേക്ക് കൈ നീട്ടി പിടിച്ചു, എന്നിട്ടോ കൈ നന്നായിട്ട് പൊള്ളിച്ചു. ശരിക്കും അയാൾ ചിക്കൻ ചുട്ടെടുക്കും പോലെ കൈ പൊള്ളിച്ചു. ഇതിനെക്കുറിച്ച് അള്ളാഹു എന്താ പറയാ? അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പൊള്ളിച്ചു എന്നാണ് പറയാം.
അള്ളാഹു അയാളുടെ കൈ പൊള്ളിച്ചു എന്നാ പറയാം. പക്ഷെ കണ്ടു നിൽക്കുന്നവർ പറയുമ്പോൾ നീയല്ലേ പൊള്ളിച്ചത്, നീയല്ലേ കൈക്ക് തീ കൊടുത്തത് എന്നായിരിക്കും കണ്ടു നിൽക്കുന്നവർ പറയാം, അല്ലേ? ഇതാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത്. ഏത് കാര്യവും അന്തിമമായിട്ട് അള്ളാഹുവിൻ്റെ കൂടി നിശ്ചയത്തോടെ അറിവോടുകൂടിയാണ് അത് സംഭവിക്കുക. ഇപ്പൊ കൈ പൊള്ളിയിരിക്കുന്നു, പക്ഷെ തീയിനെ പടച്ചത് അള്ളാഹു ആണ്. അതേപോലെ തന്നെ ഇയാളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്, അല്ലെ? പക്ഷെ കൈ തീയിൽ വെക്കണം എന്ന് അയാളെ തോന്നിപ്പിച്ചത് ആരാണ്? അയാള് തന്നെയാണ്. ഞാൻ എൻ്റെ കൈയിനെ പൊള്ളിക്കുകയാണ്, ചൂടാക്കുകയാണ്, വേദനിപ്പിക്കുകയാണ് എന്ന് തീരുമാനിച്ച് കൈ നീട്ടിപ്പിടിച്ചത് അയാളാണ്. അതിനാൽ ഉത്തരവാദിത്തം ആർക്കാണ്? അയാൾക്ക് തന്നെയാണ്. ഇതാണ് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ശൈലി. അപ്പൊ അള്ളാഹു സന്മാർഗം നൽകി, അള്ളാഹു വഴികേടിലാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ആ ചോദ്യം അത് പ്രസക്തമല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അന്തിമമായിട്ട് ഈ പ്രപഞ്ചത്തില് ഒരു ഇല ഞെട്ടിൽ നിന്നും താഴോട്ട് വീഴുന്നത് പോലും അവന്റെ അറിവോടെയാണ്. കാരണം അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവാധിപതി. അപ്പൊ അതിനാൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്. അതേ സമയത്ത് ഒരാൾക്ക് എന്തുകൊണ്ട് സന്മാർഗം പ്രാപിക്കാൻ കഴിയുന്നു? അയാൾ സ്വയം മനസ്സിനെ വിശാലമാക്കിയത് കൊണ്ടാണ്. നമുക്ക് എങ്ങനെ ഖുർആൻ പഠിക്കാൻ കഴിയുന്നു? നമുക്ക് എങ്ങനെ അതിന് സമയം കിട്ടുന്നു? നമ്മൾ ആ നിലക്ക് ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് ഖുർആൻ പഠിക്കണം, അതാണ് എൻ്റെ ജീവിത വിജയത്തിന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, അല്ലേ? അപ്പോ ആരാണ് ശരിക്കും അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മൾ പരിശ്രമിച്ചപ്പോൾ അൽഹംദുലില്ലാ ഈ സമയമാകുമ്പോൾ, ഞായറാഴ്ച ദിവസം ആകുമ്പോൾ നമ്മൾ ഉണർവോടുകൂടി വന്നിരിക്കുകയാണ്. എനിക്കിന്ന് ഖുർആൻ ക്ലാസ്സുള്ള ദിവസം. അത് അള്ളാഹു പറയുമ്പോൾ എങ്ങനെയിരിക്കും? അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഖുർആൻ പഠിക്കാൻ അവസരം നൽകുന്നു എന്നായിരിക്കും അള്ളാഹു പറയാം. അപ്പൊ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അള്ളാഹു തആല ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ്, അവൻ വിശാലമാക്കും, സദ്റഹു, അവന്റെ നെഞ്ചിനെ, അവന്റെ മാറിടത്തെ, ലിൽ ഇസ്ലാം, ഇസ്ലാം പുൽകുവാനായിട്ട്, ഇസ്ലാം സ്വീകരിക്കുവാനായിട്ട് മനസ്സിനെ അങ്ങ് വിശാലമാക്കും. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും, അല്ലേ? വമൻ യുരിദ് അൻ യുദില്ലഹു, എന്നാൽ ഒരാളെ വഴികേടിലാക്കാൻ തീരുമാനിച്ചാൽ യജഅൽ സദ്റഹു ളയ്യിഖൻ, അവന്റെ മനസ്സിനെ ഇടുക്കമുള്ള, കുടുസുള്ളതാക്കിയിട്ട് മാറ്റും. അതിനെ തുറക്കാൻ പറ്റില്ല, ആ നിലയ്ക്ക് ലോക്ക് വീണ അവസ്ഥയിലായിരിക്കും. ശരിക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം തന്നെയാണ്, അല്ലേ? ഖുർആൻ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആലോചിച്ചാൽ ഇപ്പൊ നമുക്കതൊരു ത്രില്ലായിട്ട് മാറിയിരിക്കണം. ഖുർആൻ പഠിക്കണം, ആവേശകരമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാലത്ത് അത് വളരെ പ്രയാസകരമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പോഴും അങ്ങനെ തോന്നുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും. ഒന്നും നടക്കൂല, അല്ലെ? ഞാൻ കുറെ ശ്രമിച്ചതാണ്, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറയും. പക്ഷെ മനസ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാല് നമ്മൾ ഏത് വിദ്യയും പഠിക്കും. അങ്ങനെയല്ലേ? നമ്മൾ പഠനകാലത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് പഠിച്ചത്, ജോലിക്ക് വേണ്ടി എന്തൊക്കെയാണ് പഠിച്ചത്, ഇപ്പോഴും പലതും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? മനസ്സ് വിശാലമാവുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, ഖുർആൻ അന്ന് മക്കയിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ അതിലേക്ക് തുറന്ന മനസ്സോടെ കയറി വരുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, മനസ്സ് വിശാലമായി അതിൻ്റെ നന്മകളെ പൂർണ്ണമായും ആവാഹിച്ചെടുക്കാനുള്ള സന്നദ്ധതയോടെ അവർ വന്നു, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ, അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ നെഞ്ചകത്തെ നാം വിശാലമാക്കിയില്ലേ? അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു വിശാലമാക്കി എന്നാണ് അവിടെ പ്രയോഗം. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ആ പ്രകൃതം, വിശാല മനസ്സ്, നന്മയെ ഉൾക്കൊള്ളാനുള്ള ആവേശം, അതിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു കരം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ സമയത്ത്
ഉമർ റളിയല്ലാഹു അൻഹുവും അബൂജഹലും ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെ? അവർക്കിടയിലുള്ള അവരുടെ നാട്ടുകാരനാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരിട്ട് കേട്ടതാണ്. പക്ഷേ ഉമറായി, അബൂജഹലായി. എന്താ കാരണം? അവർ സ്വയം മനസ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തിയോ അതനുസരിച്ചാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുറെ പിടിച്ചു നിന്നതാണ്, അല്ലെ? സൂറത്ത് ത്വാഹയിലെ ആദ്യ വചനങ്ങൾ കേട്ടപ്പോഴാണ് ആ മനസ്സിന്റെ സകല ലോക്കും പൊട്ടിപ്പോയത്. അങ്ങനെയാണ് അത് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വായിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അബൂജഹലോ, അദ്ദേഹം ഒരുപാട് കേട്ടതാണ്. രാത്രി കാലങ്ങളില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോ, സിദ്ദീഖുൽ അക്ബർ ഖുർആൻ ഓതുമ്പോ പുറത്തു വന്ന് രഹസ്യമായിട്ടൊക്കെ കേട്ട് ആസ്വദിച്ച ആളാണ്. പക്ഷേ മനസ്സിന് അയാൾ തുറന്നില്ല. ഇതാണ് സംഭവം. ഈ ഒരു വ്യത്യാസമാണ് യഥാർത്ഥത്തില് ഒരാൾ സന്മാർഗത്തിൽ എത്തുന്നതിനും ഒരാൾ ദുർമാർഗത്തിൽ അകപ്പെടുന്നതിനൊക്കെ കാരണം. ഇവിടെ യശ്റഹ് സദ്റഹു, അവന്റെ മനസ്സിനെ, അവന്റെ നെഞ്ചകത്തെ, അവന്റെ മാറിടത്തെ അല്ലാഹു തആല വിശാലമാക്കും എന്ന് പറയുമ്പോൾ ഒരു സത്യത്തെ അതിൻ്റെ ആദിമ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് അതിൽ വരുന്നത്, അല്ലെ? അങ്ങനെ മനസ്സിലാക്കണം. യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളും വളരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇസ്ലാമിൽ ഒന്നും നമുക്ക് പ്രയാസമില്ല, എന്തും ആവേശമായിരിക്കും. നമസ്കാരമായാലും സക്കാത്തായാലും നോമ്പായാലും ഹജ്ജായാലും ഇങ്ങനെ അനുഷ്ഠാന കാര്യങ്ങൾ, അതിനുമപ്പുറത്ത് ഈ സത്യത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ വഴിയിലൊക്കെ നമ്മൾ മാക്സിമം മുന്നോട്ട് പോകും, അല്ലേ? അതാണ് സംഭവിക്കുക. യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, എനിക്ക് മാക്സിമം അള്ളാഹുവിന്റെ ദീനിന്റെ അതേ പതിപ്പായിട്ട് മാറണം, അതിന്റെ പ്രതിബിംബം പോലെ ആയി മാറണം എന്നുള്ള മനസ്സ് നമ്മിൽ അപ്പോഴുണ്ടാവും. സ്വഹാബത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം മറുവശം, വമൻ യുരിദ് അൻ യുളില്ലഹു, അള്ളാഹു ഒരാളെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ യജ്അൽ സദ്റഹു ളയ്യിഖൻ, അയാളുടെ മനസ്സ് വല്ലാതെ ഇടുക്കമുള്ളതായിട്ട് തോന്നും. അതിന് അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ളയ്യിഖൻ ഹറജൻ, ഇടുങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലാകും. അങ്ങനെയാണ്. നല്ല കാര്യങ്ങളിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞാൽ, ഓ ഞാൻ കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മോഷ്ടിയിരിക്കുന്നു, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം, എങ്ങനെയെങ്കിലും അയാൾ അവിടുന്ന് സ്കൂട്ടാവും, അല്ലെ? അങ്ങനെയാണ് സംഭവിക്കാം. അത് എന്തുകൊണ്ടാ? അയാളുടെ മനസ്സ് അടഞ്ഞിരിക്കുകയാണ്. വാ നമുക്ക് ഖുർആൻ ക്ലാസ് കേൾക്കാം. അയാൾക്കൊരു സെക്കൻഡ് നേരം ഉണ്ടാവില്ല. അതേ സമയത്ത് വാട്സാപ്പിൽ ഒരുപാട് നേരം അയാൾ സമയം ചെലവഴിക്കുന്നുണ്ടാവും. മനസ്സ് ഇടുങ്ങിപ്പോവാണ്. നല്ല കൂട്ടുകാര്, നല്ല കൂട്ടുകെട്ടുകൾ, വിശ്വാസികളുടേതായ ഒരു വലയം, അതിനകത്ത് ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവും. അതേസമയത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന മറ്റു ചില കമ്പനിയിൽ ചെന്നപ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു റിലാക്സേഷൻ സംഭവിക്കും. അതാണ് ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒരാൾ അകന്നു പോകുന്നത് മനസ്സ് ഇടുങ്ങുമ്പോഴാണ്. അങ്ങനെ ളയ്യിഖൻ ഹറജൻ, ഖുർആൻ എന്നിട്ട് ഉദാഹരിക്കുന്ന കണ്ടോ, കഅന്നമാ യസ്അദു ഫിസ്സമ, ആകാശത്തേക്ക് കയറിപ്പോകുന്നത് എത്ര പ്രയാസകരമാണോ അതുപോലെ. ഒരാൾ സ്വയം ഇങ്ങനെ ആക്കിയാൽ കയറിപ്പോകാൻ പറ്റുമോ? സാധ്യമല്ല. ഇനി കയറിൽ പിടിച്ച് തൂങ്ങിയിട്ട് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കയറുകയാണെങ്കിലോ, അപ്പോഴും വളരെ പ്രയാസമാണ്, അല്ലേ? ഇനി അതിനുമപ്പുറം മറ്റു വല്ല വഴിയും സ്വീകരിക്കുകയാണ്. ഒരാള് വിമാനത്തിൽ സഞ്ചരിക്കുകയാണ്, അതിലുണ്ട് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അല്ലെ? ആ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്തൊക്കെ എന്താണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നമ്മളെത്തും. അപ്പൊ അതിന് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാറുണ്ട്. എന്താണ് ഈ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് ഖുർആനിലുള്ള പ്രയോഗമാണിത്, കഅന്നമാ യസ്അദു ഫിസ്സമ എന്നുള്ളത്. ശരിയാണ്. ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അതാണ്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ സംഭവമൊക്കെ നമ്മൾ എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. എന്തുകൊണ്ട് താഴോട്ട് വീണു? അപ്പൊ ഗുരുത്വാകർഷണമാണ്. അപ്പൊ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ ബുദ്ധിമുട്ടാണ് എന്നത് ശരിയാണ്. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കാം, അല്ലെ?
ഇയാളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭൗതികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആണ്. അപ്പൊ അതിൽ അയാൾ അള്ളിപ്പിടിച്ചു നിൽക്കാണ്. ഇതിൽ നിന്ന് പിടിവിട്ടാലാണ് അയാൾക്ക് മുകളിലോട്ട് ഉയരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാൽ കഅന്നമായ യസ്അദു ഫിസ്സമ, അയാൾക്ക് ഒട്ടും മുകളിലോട്ട് ഉയരാൻ കഴിയുന്നില്ല. ഭൂമിയാകുന്ന ഭാരത്തിനുമേൽ ഭാരമായിട്ട് അള്ളിപ്പിടിച്ചു കിടക്കാണ്. സമ്പത്തിന്റെയും അധികാരങ്ങളുടെയും മോഹങ്ങളുടെയും വലയത്തിൽ അകപ്പെട്ട് അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുമ്പോൾ അയാൾക്ക് ഒട്ടും സത്യത്തിന്റെ വഴിയിൽ മുകളിലോട്ട് ഉയരാൻ കഴിയുന്നില്ല. പക്ഷെ ഖുർആൻ ഈ വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ, ഗുരുത്വാകർഷണ സിദ്ധാന്തം പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. അങ്ങനെയല്ല, ഖുർആൻ ഒരിക്കലും അങ്ങനെ ശാസ്ത്രം വെളിപ്പെടുത്താൻ വേണ്ടി സൂക്തങ്ങൾ അവതരിപ്പിക്കുക എന്ന രീതി സ്വീകരിച്ചിട്ടില്ല. മനുഷ്യനെ സന്മാർഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സന്ദർഭങ്ങളെ ഖുർആൻ അവലംബിക്കാറുണ്ട്. മനുഷ്യന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവലംബിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ കഅന്നമാ യസ്അദു ഫിസ്സമ, ആകാശത്തേക്ക് കയറിപ്പോകുന്നത് എത്ര പ്രയാസകരമാണോ അതുപോലെയാണ്. അപ്പോൾ ഒരു ഘട്ടത്തില് നമുക്കിപ്പോ സഞ്ചരിക്കാൻ കഴിയുന്നു ഫ്ലൈറ്റിലൊക്കെ, അത് വായുമണ്ഡലത്തിലൂടെയാണ്. അതിനും അപ്പുറത്തേക്ക് പോകുമ്പോഴോ ശൂന്യാകാശ മേഖലയിൽ എത്തുമ്പോൾ അസഹ്യമാകും പിന്നീടുള്ള യാത്ര. അങ്ങനെയാണ്. അപ്പൊ അതിനാൽ അതുപോലെയാണ് ഈ സത്യത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളത്. അതിനാൽ അവര് മനസ്സിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് വളരെ സുന്ദരമായൊരു ഉപമ കൂടിയാണ്. നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ, ഇപ്പൊ ഒരാള് നമസ്കാരത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ തുറന്നു വെച്ചിരിക്കുന്നു. യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. നീ സക്കാത്തും കൊടുക്കണം എന്ന് പറയുമ്പോഴോ പെട്ടെന്ന് അയാളുടെ മനസ്സ് അടഞ്ഞുപോയി, അല്ലെ? ഓട്ടോമാറ്റിക് ഡോറ് പോലെയാണ്. അപ്പൊ പെട്ടെന്ന് അടഞ്ഞുപോയി. ചില സമയത്ത് വല്ലാതെ അങ്ങ് തുറക്കും, ചിലപ്പോൾ വല്ലാതെ അങ്ങ് അടഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആൾക്കാരും കാണാം. നമുക്കിടയിൽ തന്നെ ചിലത് മനസ്സുകൊണ്ട് സ്വീകരിക്കും, ചിലതിനെ മാറ്റി നിർത്തും എന്ന പ്രകൃതവും കാണാം. അപ്പൊ ഏതായാലും അള്ളാഹു ആഗ്രഹിക്കുന്ന എന്താണ്? പൂർണ്ണ മനസ്സോടുകൂടി അവനെ സ്വീകരിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ തുറന്നു വെക്കുക എന്നുള്ളതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഖുർആൻ ഖൽബുൻ സലീം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയാണ്. നല്ല സുരക്ഷിതമായ മാനസികാവസ്ഥ. ഖൽബ് മുത്മഇന്ന, നഫ്സ് മുത്മഇന്ന എന്നൊക്കെ പറയുമ്പോൾ ആ പ്രശാന്തമായ മാനസികാവസ്ഥ, ഭയമില്ല, ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒടുവിൽ അള്ളാഹു സൂക്ത അവസാനിപ്പിക്കുന്ന ശ്രദ്ധിച്ചോ, കദാലിക യജഅലുല്ലാഹു الرجس على الذين لا يؤمنون. വിശ്വസിക്കാത്തവർക്കുമേൽ അള്ളാഹു തആല ഇவ்விധത്തിലുള്ള മാലിന്യം പതിക്കുകയാണ്. മാലിന്യം വെച്ചു കൊടുക്കുകയാണ്, അവർക്കുമേൽ അവൻ പതിക്കുകയാണ് എന്ന് പറയുന്നു. റിജ്സ് എന്ന വാക്കിന് മാലിന്യം എന്നാണ് സാധാരണ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതുതരം മാലിന്യമായിരിക്കും? അവരുടെ മനസ്സ് മലിനപ്പെടുന്നതിനെ കുറിച്ചാണ്. വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളുടെ മനസ്സ് മലിനമാകും. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് ഖുർആനിലുണ്ടല്ലോ. വിശ്വാസികൾ മലിനമാണ് എന്നുണ്ട്. അപ്പൊ അത് അക്ഷരാർത്ഥത്തിലാണോ? അങ്ങനെയല്ല. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, തൊട്ടാൽ കുളിക്കണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. മറിച്ച് അവരുടെ മനസ്സുകള് വിശ്വാസപരമായ വൈകല്യം സംഭവിച്ച് മലിനമായിരിക്കും. അപ്പൊ അവരുടെ അകത്ത് അവരുടെ ഹാർഡ്വെയർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സോഫ്റ്റ്വെയറും ആ ശൈലിയിലാണ്. അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, പെരുമാറ്റ രീതികൾ, അതിലൊക്കെ ആ വൈകല്യം കാണാൻ കഴിയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഇവിടെ പറയുന്നത് കദാലിക യജഅലുല്ലാഹു الرجس, ഇപ്രകാരം അള്ളാഹു മാലിന്യത്തെ നിക്ഷേപിച്ചിരിക്കുന്നു അലല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തവർക്കുമേൽ എന്ന് പറയുമ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് രൂപപ്പെടാത്ത അവസ്ഥയിൽ ഒരുതരം വൈറസ് ബാധ പോലെ അവരുടെ മനസ്സ് തിന്മയിലേക്കും തെറ്റായ ചിന്തകളിലേക്കും ദുഷ്പ്രവൃത്തികളിലേക്കും കൂടുതലായിട്ട് ചെല്ലുന്നു എന്നായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു സംശയം വരും. മുസ്ലിം സമുദായത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര്, അല്ലെ? പത്രങ്ങളൊക്കെ കാണാം, മയക്കുമരുന്ന് കേസിലും
അതുപോലെയൊക്കെ പലതരത്തിലുള്ള കേസുകൾക്ക് അകപ്പെടുന്ന ആളുകളെ ധാരാളമായിട്ട് കാണാൻ പറ്റും. അവർ ഈ സമുദായത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. അതേസമയം ഈ സത്യം സ്വീകരിക്കാൻ കഴിയും വിധത്തില് അവരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അതിനാൽ അവര് സാമുദായികമായിട്ട് മുസ്ലിം പാരമ്പര്യത്തിൽ പിറന്നവരാണ്. പക്ഷെ അവര് ഈ നിലക്ക് മനസ്സ് യഷ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്ന അവസ്ഥയില് മനസ്സ് തുറന്നവരാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്നതാണ്. സൂറത്ത് സുമറിലും ഈ ശൈലിയിലുള്ള സൂക്തം നമുക്ക് കാണാൻ സാധിക്കും. ഇനി 126 ആയത്തില് അതോട് ചേർത്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറയാണ്. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യദക്കറൂൻ. കദാലിക്, അപ്രകാരം. വഹാദ സിറാത്തു റബ്ബിക്, വഹാദ ഇതത്രേ, സിറാത്തു റബ്ബിക നിന്റെ നാഥന്റെ മാർഗം ഇതാകുന്നു, മുസ്തഖീമൻ ചൊവ്വായ നേരായ. അത് ഫസ്സൽന, അത് തീർച്ചയായും, ഫസ്സല വിശദീകരിച്ചു, ഫസ്സൽന നാം വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ, അൽ ആയാത്ത് ധർമ്മസൂക്തങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ, ലിഖൗമിൻ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട്, യദക്കറൂൻ ഉദ്ബോധനം ഉൾക്കൊള്ളുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട്. അള്ളാഹു ഈ വിഷയം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ ഒരു ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. അതിന് ആദ്യ ഖണ്ഡികയുടെ സമാപനമാണ് വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ, ഇതത്രേ നിന്റെ നാഥന്റെ ചൊവ്വായ മാർഗം ഇതത്രേ. അത് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യദക്കറൂൻ, ഉദ്ബോധനം കൈക്കൊള്ളുന്നവർക്ക് വേണ്ടിയിട്ട് ഈ സൂക്തങ്ങളെ നാം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ നിശ്ചയത്താൽ ചിലരെ സന്മാർഗത്തിലും ചിലരെ ദുർമാർഗത്തിലുമാക്കുന്നു. എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം അവരവർക്ക് തന്നെയാണ്. കാരണം അവരവരുടെ വിവേചന ബോധവും ചിന്താശേഷിയും ഉപയോഗിച്ച് ഓരോ ആളും ആ അവസ്ഥയെ തെരഞ്ഞെടുത്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഉറപ്പിച്ചു പറയാണ്, ഇതാണ് വളവും തിരിവും ഇല്ലാത്ത നേർദിശയിലുള്ള മുസ്തഖീമായ രാജപാത. ഇത് നേരിട്ട് അള്ളാഹുവിലേക്ക് എത്തുന്നതാണ്. ഇതിനു വേണ്ടിയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ 5 നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനാൽ ഈ ചട്ടങ്ങളും ചിട്ടകളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇഹപര സൗഖ്യവും വിജയവും ലഭിക്കും. ഇഹലോകത്ത് മനസ്സമാധാനം ഉണ്ടാവും, മറ്റൊന്നും ഇല്ലെങ്കിലും. നാളെ പരലോകത്ത് എത്തുമ്പോഴോ അവിടെ സ്വർഗം അയാളെ കാത്തിരിക്കുന്നു എന്നതാണ്. ഇപ്രകാരം അല്ലാഹു തആല വചനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ഖണ്ഡികയില് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരാമർശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളെ യഥാവിധി അറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ, സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നമ്മുടെ മക്കൾ പലരും SSLCയും അതുപോലെ +2 ഒക്കെ പൂർത്തീകരിച്ച് നിൽക്കുന്നവരായിരിക്കും. വളരെ ഉയർന്ന വിജയ ശതമാനമാണല്ലോ ഇത്തവണയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. മക്കൾക്ക് നല്ല ഭാവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം അവരുടെ ഇസ്ലാമികമായ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവല ഭൗതിക പഠനത്തിലേക്ക് എന്ന രൂപത്തിൽ അവരെ വിടുമ്പോൾ ദീന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനാൽ അവരേത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സിലേക്ക് നീങ്ങുമ്പോഴും ഒരു ദീനീ ചുറ്റുപാട് അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള
ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കളില് ഒരു വിഭാഗത്തെ ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. ദീൻ പഠനം ഒരു സയൻസാണ്, ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ അതുപോലെ. അപ്പൊ അതിനാൽ ആ നിലയില് അള്ളാഹുവിന്റെ ദീനിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന പുതിയ തലമുറകൾ ഉണ്ടാവണം. നമ്മൾ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. അതേസമയം എൻ്റെ മകനെ, എൻ്റെ മകളെ ഈ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കേണ്ടതുണ്ടല്ലോ, എങ്കിലാണ് ഇതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിക്കുക. അതിനാൽ അങ്ങനെ ഒരു നീയത്തിലേക്ക് എത്തണം. മക്കളിൽ ആ ഒരു പ്രേരണ നൽകിക്കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അത്തരം സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള പ്രേരണ കൂടി നൽകണം. നല്ല അൽ ജാമിഅ പോലെയൊക്കെ വലിയ ലോകോത്തര സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പ്രേരിപ്പിക്കുകകൂടി ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്താണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.